വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA തേർഡ് സെമസ്റ്റർ എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്തതിനു ശേഷം ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്ക് അറിയേണ്ടത് ഒരു പേപ്പർ മാത്രം പോയിരിക്കുകയാണ്. പല കുട്ടികൾക്കും ഒറ്റ സബ്ജക്റ്റിൽ മാത്രം സപ്ലി. സോ മോഡറേഷൻ കിട്ടി പാസ്സാകാൻ നല്ല സാധ്യതയുണ്ടോ? ഇതാണ് കുട്ടികൾക്ക് അറിയേണ്ടത്. സോ ഈ ഒരു മാറ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, റിസൾട്ട് വന്ന് ഒരു പേപ്പറിലാവട്ടെ രണ്ട് പേപ്പറിലാവട്ടെ നിങ്ങൾക്ക് സപ്ലി ഉണ്ടെങ്കിൽ ഫോർമലായിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന കാര്യം റിവാലുവേഷന് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഒരു പേപ്പറിൽ മാത്രം സപ്ലി കിട്ടിയിട്ടുള്ള കുട്ടികളാണ് മോഡറേഷനുള്ള വല്ല സാധ്യതയുണ്ടോ എന്നുള്ളത് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ രണ്ടാമത് അറിയേണ്ടത്, ഇപ്പൊ മോഡറേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി മിക്കതും വാല്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ അവര് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പോഴത്തെ ഒരു സിസ്റ്റം, ഇപ്പോൾ 1-2 വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ ഒരു പേപ്പറിൽ മാത്രം, ആദ്യകാലത്തൊക്കെ ഒരു പേപ്പറിൽ മാത്രം ഒരു കുറച്ച് മാർക്കിന്, ഇപ്പം 5 മാർക്കിനുള്ളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന മോഡറേഷൻ കിട്ടി കുട്ടികൾ ജയിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിനൊരു ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ചില കുട്ടികൾക്ക് പിന്നെയും കിട്ടിയിട്ടുള്ളത്, നമ്മൾ എന്ത് ചെയ്യണം, റിസൾട്ട് വരുന്നു, നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം, നെക്സ്റ്റ് റിവാലുവേഷൻ കൊടുക്കണു. അതിലും ഒരു മാറ്റം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ പറയുന്ന അറ്റകൈ റിക്വസ്റ്റ് കൊടുക്കാം യൂണിവേഴ്സിറ്റിയിൽ. ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം മോഡറേഷൻ എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി, അതിന് ഉറപ്പില്ല. അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു കഴിഞ്ഞു, റിസൾട്ട് വന്നു, റിവാലുവേഷൻ കൊടുത്തു, എന്നിട്ടും അവിടെ ഒരു മാറ്റവും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, റിക്വസ്റ്റ് കൊടുക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഈ പറയുന്ന മോഡറേഷൻ എന്തെങ്കിലും കിട്ടി, അത് ഉറപ്പില്ല കേട്ടാ. ചിലർക്കൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി. ഈ 2 കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിലോട്ട് പോകേണ്ടത്. നിങ്ങൾക്ക് ആകെ കൂടിയിട്ട് ചെയ്യാൻ സാധിക്കുന്ന റിവാലുവേഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ മാത്രമേ മാർക്സിൽ ഒരു ചേഞ്ച് ഉണ്ടാവുള്ളൂ. രണ്ടാമത് ഈ പറയുന്ന മോഡറേഷൻ കിട്ടണമെങ്കിൽ അതിലോട്ട് നമ്മൾ നെക്സ്റ്റ് റിക്വസ്റ്റ് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം റിവാലുവേഷൻ കൊടുത്ത് അതിലൊരു ചേഞ്ചും ഇല്ലെങ്കിൽ ആ ഒരു മാറ്ററും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് റിക്വസ്റ്റ് പോവുക. അപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ കിട്ടും, അതിൽ ഞാൻ വീണ്ടും പറയുന്നു, ഒരു ഉറപ്പുമില്ല. ഇതാണ് കാര്യം. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി വരുന്ന എക്സാമിലെങ്കിലും ഈ പറയുന്ന സപ്ലി ഒന്നും കിട്ടാതിരിക്കാൻ നല്ല രീതിയിൽ പരിശ്രമിക്കുക, ഹൈ മാർക്സിലോട്ട് എത്തിച്ചേരാൻ ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ടിങ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സപ്ലിമെൻ്ററി എഴുതിയിട്ടുള്ള കുട്ടികൾക്ക് വീണ്ടും സപ്ലി കിട്ടിയിട്ടുള്ളത് പ്രോബ്ലം പേപ്പേഴ്സിലാണ്. എസ്പെഷ്യലി കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ഒരുപാട് കുട്ടികൾക്ക് പോയിട്ടുണ്ട്. അപ്പോൾ 18-ാം തീയതിയാണ് റീവാലുവേഷന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്, ഈ മാസം. അപ്പോൾ അവസാനത്തോട്ട് വെക്കാണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അതിന് അപ്ലൈ ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.